बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन सलातु वस्सलामु अला रसूलिल अमीन व अला आलिहि वसहबिहि अജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനിയായ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി അബ്ദുറഹ്മാൻ മൊയ്നി ഉസ്താദ്, സക്കീർ സഖാഫി, യാഹു സാഹിബ്, അതുപോലെ നമ്മുടെ മുഖ്യാതിഥി ജംഷീദ് കൈനിക്കര, വൈസ് പ്രിൻസിപ്പൽ, മറ്റ് ഇസ്ലാമിക് HOD, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളെ, നല്ലവരായ രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെയധികം സന്തോഷമുള്ള ഒരു സുദിനത്തിലാണ് നാം നിൽക്കുന്നത്. കാരണം നമ്മുടെ KG വിദ്യാർത്ഥി കിഡ്സ് ഫെസ്റ്റ് ഗാല ആൻഡ് കിഡ്സ് ഫെസ്റ്റ് ഇന്ന് KG വിദ്യാർത്ഥിനികളുടെ ഫെസ്റ്റാണ്. നാളെ 1ഉം 2ഉം ക്ലാസ്സുകളുടെ കുട്ടികളുടെ ഫെസ്റ്റാണ്. 2 ദിവസങ്ങളിലായി നമ്മൾ MET സംഘടിപ്പിക്കുന്ന ഈ പരിപാടി കുട്ടികളുടെ കലാപരമായ കഴിവുകളെ, നൈസർഗികമായ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ളതൊക്കെ സ്ക്രീനിങ് നടത്തി അതിന് ശേഷമാണ് നമ്മൾ നടത്തിയത്. കാരണം അത്രേ കഴിയുള്ളൂ. ഒരു ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ ധാരാളം ആളുകളാകുമ്പോൾ അപ്പോൾ അതിന് സ്ക്രീനിങ് നടത്തിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇത് ഗ്രൂപ്പ് ഐറ്റംസിനെ പോലും കുറേ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി, ഈ ഫെസ്റ്റ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും അവരുടേതായ അവസരങ്ങൾ ലഭിക്കണം. അവരുടേതായ കഴിവുകൾക്കനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിച്ചുകൊണ്ട് അവരെ ചെറുപ്രായത്തിലെ വളർത്തിക്കൊണ്ടുവരണം, കലാരംഗത്തും കായിക രംഗത്തും വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കുട്ടികളിൽ നല്ലൊരു സാംസ്കാരിക വളർച്ച അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നും കലയായാലും സ്പോർട്സ് ആയാലും മറ്റ് ശാസ്ത്രീയ നേട്ടങ്ങളായാലും ഒക്കെ തന്നെ അതിൽ കുട്ടികളിൽ ഉണ്ടാവേണ്ട ഒരു സാംസ്കാരികമായ ഉയർച്ച, ധാർമ്മിക ബോധത്തോടു കൂടിയുള്ള ഒരു സാംസ്കാരികമായ ഉയർച്ച ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള സ്കൂളുകൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ എല്ലാവരും കഴിയട്ടെ അതിനായി ആഗ്രഹിച്ചും അതിനെ പ്രത്യാശിച്ചുകൊണ്ടും നമ്മുടെ ബഹുമാന്യനായ ഇന്നത്തെ ജംഷീദ് കൈനിക്കരയാണ് നമ്മുടെ മുഖ്യാതിഥി. അദ്ദേഹം പാട്ടുകൾ പാടിക്കൊണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് അദ്ദേഹം നിങ്ങളെ ആസ്വദിപ്പിക്കും. നമുക്കതിനു വേണ്ടി അദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ MET സ്ഥാപനങ്ങളുടെ സെക്രട്ടറി അബ്ദുറഹ്മാൻ മൊയ്നി ഉസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ പ്രിൻസിപ്പൽ, മുസ്ലിം എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ ഗവേണിംഗ് ബോഡി മെമ്പർമാരായ KK യാഹു ഹാജി, സക്കീർ ഹുസൈൻ അഹ്സനി, വേദിയിലുള്ള വൈസ് പ്രിൻസിപ്പൽ HOD മോറൽ സ്റ്റഡീസ് സയ്യിദ് അലവി ബാക്കവി, പ്രിയപ്പെട്ട അധ്യാപികമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, കാല എന്ന പേരിൽ ഇന്നും നാളെയുമായി നടക്കുന്ന KG ആൻഡ് കിഡ്സ് ഫെസ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ എല്ലാവിധ കഴിവുകളെയും പുറത്തെടുക്കുകയും അവ പ്രകാശിപ്പിക്കുവാനും പ്രകടിപ്പിക്കുവാനുമുള്ള അവസരം നൽകുകയും അങ്ങനെ ഓരോ വിദ്യാർത്ഥിയിലും അന്തർലീനമായി കിടക്കുന്ന സർഗവാസനകളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഇതുപോലെയുള്ള ഫെസ്റ്റിൻ്റെ പ്രധാനമായ ഉദ്ദേശ്യവും ലക്ഷ്യവും. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ സ്കൂള് ഇതുപോലെയുള്ള ആക്ടിവിറ്റീസുകൾക്ക് ധാരാളം പ്രോത്സാഹനം നൽകുകയും എല്ലാവിധ അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ സന്തോഷത്തോടുകൂടി എല്ലാവിധ ആശംസകളും അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തും. ഇന്നും നാളെയും നമ്മുടെ സ്കൂളിൻ്റെ
പ്രോഗ്രാമാണ്. 24-ാം തീയതി ഇതേ വേദിയിൽ വെച്ച് തന്നെ METയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ZQ ഫെസ്റ്റ് നടക്കുകയാണ്. 3.5 വയസ്സ് മുതൽ 5.5 വയസ്സ് വരെ 6 വയസ്സ് വരെ ഉള്ള ആ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും ഇവിടെ വെച്ച് നടക്കും. എല്ലാം വിജയകരമാകാൻ, മംഗളകരമാകാൻ നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് വിനീതമായി ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. പല രക്ഷിതാക്കളും അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ്റെ എൻക്വയറിയുമായി സമീപിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ജനുവരി 1-ാം തീയതി മുതൽ 26-27 വർഷത്തേക്കുള്ള LKGയുടെയും ZQ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ഓഫീസിൽ ആരംഭിക്കുന്നതാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവിധ സഹകരണങ്ങളും ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ മുഖ്യാതിഥിയായ പ്രിയങ്കരനായ ജംഷീർ ഇതിനു മുമ്പും നമ്മുടെ വേദിയിൽ അദ്ദേഹത്തിൻ്റേതായ ആസ്വാദ്യകരമായ പ്രകടനം അവതരിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ആസ്വദിച്ചിട്ടുമുണ്ട്. ഇന്നും വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ തന്നെ നമ്മൾ ക്ഷണിക്കുകയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തുകയും ചെയ്തു. അദ്ദേഹത്തെ തന്നെ വേണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. പരിമിതികൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നമുക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഒരു പ്രചോദനമാണ്. പരിമിതികൾ എന്നത് നമ്മളുണ്ടാക്കുന്ന ഒരു പ്രതിബന്ധമാണ്. മനസ്സിന് പരിമിതിയുള്ളെങ്കിൽ, മനസ്സിന് ക്ഷീണമില്ലെങ്കിൽ ശാരീരികമായ പരിമിതികളും അവശതകളുമൊന്നും ഒരു തടസ്സവുമല്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് ജംഷീർ കൈനിക്കര. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യാതിഥിയായി നമ്മൾ ക്ഷണിച്ചത്. അദ്ദേഹത്തിന് എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും നേരുന്നതോടൊപ്പം ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഈ ക്യാമ്പസിലേക്ക് സ്വാഗതം ചെയ്യാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തുളൂരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. നല്ലൊരു കൈയടി പോകുന്നുണ്ട്. എല്ലാവരും ഒന്ന് കൈയടിച്ച്, കുഞ്ഞു മക്കളൊന്ന് കൈയടിച്ച്. മാഷാ അല്ലാ, വളരെയധികം സന്തോഷമുണ്ട്. MET സെൻട്രൽ സ്കൂൾ തിരൂരിൻ്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആർദ്രപൂർവ്വം ക്ഷണിച്ച ഇവിടുത്തെ എല്ലാവർക്കും, അധ്യാപകർക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ നന്ദി പറയുകയാണ്. അതിലൊന്നായി നേരത്തെ 10-11 വർഷം മുമ്പ് എൻ്റെ വളർച്ചൻ്റെ തുടക്കത്തിലൊക്കെ ആയിട്ട് ഞാൻ ഈ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. സാർ പറഞ്ഞ പോലെ വളരെയധികം സന്തോഷം. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അതൊക്കെ. പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ അന്ന് ഞാൻ തനിച്ചായിരുന്നു. ഇപ്പോൾ അവിടെ നിന്നൊക്കെ മാറി ഞാനൊരു വലിയൊരു എന്ന് പറഞ്ഞാൽ എൻ്റെ കല കൊണ്ട് വലുതായി, എന്താ പറഞ്ഞ് വലിയൊരു ഫാമിലിയിലത്തെ ഒരാളായി മാറി എന്ന് പറയാം. നമ്മുടെ കാന്തപുരം AP അബൂബക്കർ സാഹിബിൻ്റെ സംഘടനയിലൂടെ ശ്രദ്ധ കൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട METനെ പോലുള്ള സ്ഥാപനങ്ങളിൽ തീർച്ചയായിട്ടും എന്നെപ്പോലുള്ള ഈ ചെറിയ കലാകാരന്മാർക്ക് അവസരം നൽകുന്നതിൽ വളരെയധികം സന്തോഷം. നമുക്ക് ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ, ഒരു വീടിൻ്റെ തറ എന്ന് പോലെ അതിൻ്റെ ഫൗണ്ടേഷൻ മുതൽ തുടക്കം ആരംഭിച്ചിട്ടുള്ള KK ഗൗട്ടി സാഹിബ്, തീർച്ചയായിട്ടും അവർക്കൊക്കെ നല്ലൊരു കയ്യടികൾ കൊടുക്കണം. കാരണം ഈ സ്ഥാപനം ഇത്രയധികം മഹനീയമാർന്നിട്ട് നമ്മളുടെ ജീവിതത്തിലൊക്കെ എനിക്ക് ആദ്യം തന്നെ പറയുന്ന മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട ഷാഹിദ് മാഷ്, അവിടുത്തെ PT, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പാൾ, എല്ലാവർക്കും ഷജീദ് സാറിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ബാക്കി എല്ലാവരും ഒരുപാട് ആളുകളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. വളരെ സന്തോഷം. കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് നോക്കിയാൽ, കുഞ്ഞാവേ ഇങ്ങോട്ട് നോക്കിയാണ്, നിങ്ങളൊരു കൈ അടിച്ചേരി, ഒരു കൈ അടിച്ചേരി. എല്ലാവരും ഭയങ്കര കളിയിലാണ്. അപ്പോൾ ഞാനും അവരെ കൂട്ടത്തിൽ എപ്പോഴും ഇങ്ങനെ വിങ്ങിച്ചിതിരിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുഞ്ഞുമക്കൾ വരുമ്പോൾ ഞാൻ അവരായിട്ടൊരാളായിട്ട് മാറലാണ് സാധാരണ. നമുക്ക് എല്ലാ വേദികളിലും ഞാൻ പറയുന്നത് പോലെ
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമാർന്ന മഹത്വമാർന്ന ഓരോ വേദികളാണ്. ഈ വേദികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഒരു മദ്രസൻ്റെ തുടക്കം കവാടം കാണാൻ വേണ്ടി ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഒരുപാട് ദീർഘിപ്പിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ എന്താ പറയുക, ഈ പ്രോഗ്രാം ഞങ്ങളുടെ തുടക്കം ആരംഭിക്കുകയാണ്. നിങ്ങളൊക്കെ ഇവിടെ ഇന്നിപ്പോൾ സ്കൂളിലും ഇതിലൊക്കെ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾ ഇന്നില്ല, അവരൊക്കെ വലിയ ഇതൊക്കെ ആയിട്ട് പോയി, പുതിയ ആളുകളാണ്. അപ്പോൾ അവരോടും കൂടി അവരുടെ എല്ലാവർക്കും കൂടി കേട്ട് ഞാനൊരു ചെറിയ കാര്യം പറയാം. ജീവിതത്തിലേക്ക് പാട്ടുകാരനായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ജീവിതത്തിൻ്റെ 18 വർഷക്കാലം 4 ചുമരറക്കുള്ളിൽ ഉമ്മ പ്രസവിച്ച 15ാമത്തെ ദിവസം മുതൽ 18 വയസ്സ് വരെയും എല്ലുകൾ പൊട്ടുന്ന രോഗങ്ങൾക്ക് അടിമയായിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെ എനിക്കെന്ന് പറഞ്ഞ വലിയൊരു ആഗ്രഹമായിരുന്നു, കുറേ ഒരു ഓർമ്മയൊക്കെ വെച്ച കാലം തൊട്ടൊരു ആഗ്രഹമായിരുന്നു. അടുത്തുള്ള വീട്ടിലുള്ള കുട്ടികളും കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലും മദ്രസയിലൊക്കെ പോകുമ്പോൾ എനിക്കും കൂടി ഒന്ന് പോകാൻ അവസരം ലഭിച്ചെങ്കിൽ എന്നാഗ്രഹിച്ച ഒരാളാണ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ തന്നെ ഒരു പാട്ടൊക്കെ എഴുതി, ആ പാട്ടെങ്കിലും പാടാൻ അടുത്തുള്ള സ്കൂളിൻ്റെ പടിവാതിൽക്കിൽ ആരെങ്കിലും കൊണ്ടുപോകുമല്ലോ എന്ന് പ്രതീക്ഷയുണ്ട്. കാരണം അവിടുത്തെ നിങ്ങളിന്ന് പഠിക്കുന്ന പോലെ ഒരു വിദ്യാലയത്തിൽ അത് കാണാനുള്ള ആകാംക്ഷ ആഗ്രഹങ്ങൾ കൊണ്ട് പാട്ട് പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടി. അവസരം കിട്ടിയപ്പോൾ എൻ്റെ നാട്ടിലുള്ള കുറച്ച് ആളുകൾ എന്നെ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാരണം സ്കൂളിൽ മദ്രസയിൽ പോകാൻ പറ്റാത്ത കാരണം എന്ന് പറഞ്ഞാൽ കൈകാലുകളുടെ എല്ലുകൾ പൊട്ടി നുറുങ്ങുന്നൊരു അസുഖമാണ്, ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് എൻ്റെ അടുത്ത് കളിക്കാനോ ചിരിക്കാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വല്ല ചാടി പിടിക്കലും എല്ലാം തുമ്മിയായി കഴിഞ്ഞാലും ഞാനൊന്നും എല്ലാം ഞെട്ടി കഴിഞ്ഞാൽ എല്ലുകൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് 18 വർഷക്കാലം വളരെ ദുരിതങ്ങളിൽ, കാരണം എൻ്റെ ഉമ്മയ്ക്കാണ് എല്ലാത്തിലും ഈ ഒരു സ്തുതിനത്തിൽ ഞാൻ എപ്പോഴും മഷ്കൂർ സ്തുതി പടച്ചവനോട് സ്തുതി പറയേണ്ടത്. കാരണം ഉമ്മൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റി നിർത്തി വെച്ചുകൊണ്ട് ഉമ്മ എന്നെ ഒരു കട്ടിൻ്റെ മുകളിൽ ഒരു തലയണ വെച്ച് കട്ടിലൊരു ഓട്ട തുളച്ച് അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ച് പ്രാഥമിക കാര്യങ്ങൾ പോലും ഉമ്മയാണ് കൊണ്ടു നടന്നത്. അങ്ങനെ ആ ഉമ്മയ്ക്കാണ് ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള ഉള്ളതും. കാരണം ഉമ്മയുടെ തേട്ടങ്ങളാണ് എൻ്റെ വിജയം. ഇന്നിവിടെ പഠിക്കുന്ന കുട്ടികളുടെ 14 വയസ്സായൊരു മകൻ്റെ വാപ്പയും കൂടിയാണ്. 3 ആൺകുട്ടികളാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതിലും അധികം അപ്പുറം എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു വിദ്യാഭ്യാസവും ഒരു അറിവൊന്നും ഇല്ലാത്ത എനിക്ക് ഇങ്ങനെ ഒരു വേദിയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ സർവശക്തൻ തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ നിങ്ങൾ തന്ന ഏറ്റവും വലിയ സപ്പോർട്ടും. നല്ലൊരു കയ്യടി തന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു പാട്ട് പാടാം. എന്തായാലും ഒരുപാട് വേദനകളും പ്രയാസങ്ങൾക്കിടയിലൊക്കെ ആണ് ഞാൻ ഈ മേഖലയ്ക്ക് വന്നത്. നമ്മൾ ഇവിടെ വന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി മുതലെടുക്കുക. ആ അവസരങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മറ്റുള്ളവൻ എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയുന്നു, അല്ലെങ്കിൽ അവർ കണ്ടാൽ എന്ത് ഇതാക്കുന്നു, അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് എപ്പോഴും നമ്മൾ മുന്നോട്ട് കൊണ്ടുവെക്കണം. ഞാൻ വെച്ച കാലം മുന്നോട്ട് തന്നെ. ഞാൻ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എത്ര പ്രയാസപ്പെട്ടാലും ഞാനത് പിന്നോട്ടെടുക്കില്ല, ഞാൻ മുന്നോട്ട് തന്നെ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് പറയും, നമ്മളൊരാൾ മുന്നോട്ട് നല്ല പ്രയത്നിച്ച് പോകുമ്പോൾ നമ്മളവിടെ വേദനിപ്പിക്കാൻ ഒരാളുണ്ടാവും, അവഗണിക്കാൻ ആളുണ്ടാവും, അതിനെ നിരുത്സാഹപ്പെടുത്താൻ ആളുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കാതും ചെവിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിജയം ഉണ്ടാവില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, പഠിക്കുക, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. ഒരാളെയും കുത്തകയല്ല ഒരാളുടെ ജീവിതം. ഒരാൾ എങ്ങനെയാണോ, ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിന് കൂട്ടായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കളങ്കമില്ലാത്ത ഹൃദയമാണ്. ഈ കളങ്കമില്ലാത്ത ഹൃദയം എന്ന് പറയുമ്പോൾ നമുക്ക് ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ സത്യം പറയുകയാണെങ്കിൽ പലതും എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. മക്കത്ത് പോയിട്ട് ഞാൻ പഠിച്ച ഖുർആൻ എൻ്റെ വീട്ടിലിരുന്ന് പഠിച്ചതാണ്. ഖുർആൻ കാണാപാഠം മക്കത്ത് പോയിട്ടെങ്കിലും അത് ഫുള്ള് ഓതി തീർക്കണത്. അതും ഓതി തീർക്കാൻ ഭാഗ്യം കിട്ടിയൊരു വ്യക്തി കൂടിയാണ് ഞാൻ. നമ്മൾ എന്തൊക്കെ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു, എന്തൊക്കെ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, അതൊക്കെ ആഗ്രഹിക്കും. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാഫല്യമാകണമെങ്കിൽ നമ്മൾ പടച്ചവനോട് എപ്പോഴും ഒരു അടുപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ആ അടുപ്പ് പടച്ചവനോട് അടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിമർശനങ്ങളിലും പ്രയാസങ്ങളുണ്ടാവും. അതൊരു ഇബിലീസാണ്. ആ ഇബിലീസ് നമ്മളെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകും, നമ്മളെ വലയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ മുറിക്കുക എന്ന് പറയും. മുറിക്കേണ്ടത് എങ്ങനെയാണ്? നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യുക, 5 വക്ത് നിസ്കാരങ്ങളിൽ
ശരിക്കും അത് കഴിവിൻ്റെ പരമാവധി എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം പ്രാബല്യമാക്കുക, നമ്മളുടെ സുന്നത്തുകളൊക്കെ എടുക്കുക. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ. ഒരുപാട് പ്രയാസങ്ങളും നോവുകളൊക്കെ എപ്പോഴും ഉണ്ട്. ഇപ്പോഴും എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പാട്ട് പാടലാണ്. പാട്ട് പാടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ വന്നതിന് ശേഷം ഇലക്ഷൻ്റെ ഗാനങ്ങളോട് കൂടിയിട്ട് ഞാൻ 200-300ഓളം ഗാനങ്ങൾ പാടി. അപ്പോൾ പല 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 പാർട്ടികൾക്കാണ് പാടുക. അപ്പോൾ ഒരു മുസ്ലിം ലീഗിൻ്റെ പാട്ട് പാടിയാൽ എന്നെ ഇപ്പുറത്തെ ടീം വിളിക്കും, എടാ മൂരിയെന്ന് വിളിക്കും. ഇപ്പുറത്ത് ഞാൻ സഖാവിൻ്റെ പാട്ട് ഇടാം, അപ്പുറത്ത് ലീഗർ വിളിക്കും, എടാ കുട്ടി സഖാവ് എന്ന് പറഞ്ഞ് വിളിക്കും. ഇപ്പുറത്ത് ഞാൻ SDP-ൻ്റെ പാട്ട് പാടിയവൻ എടാ സുഡാപ്പി എന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ പലതും ജീവിതത്തിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ സങ്കടം ഫേസ്ബുക്കിലൊക്കെ വന്ന് പറയും, പക്ഷെ എന്നാലും പരാതികളില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ പരാതികൾ പരിഭവങ്ങൾ ഒട്ടും അതില്ലല്ല, പ്രതിവിധിക്കായി ഞാൻ കാത്തിരുന്നു എന്ന് പറഞ്ഞ പോലെ ഒന്നിലും ഒരു പരാതികൾ ആരോടുമില്ല. എനിക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ ഞാൻ ആഗ്രഹിച്ചതിലും അപ്പുറത്താണ് എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ കുഞ്ഞുമക്കളോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ നാട് വളരെ എന്താ പറയുക, വളരെയധികം താഴ്ചയിലേക്ക് നമ്മളൊരു താഴ്ചയിലാണുള്ളത്. കാരണം താഴ്ച എന്ന് പറയാനുള്ള കാരണം ജീവിതത്തിലെ ഒരു മനുഷ്യൻ കൈകാലുകളില്ലാത്ത ഞാൻ ഒരുപാട് പൊരുതി വരുമ്പോൾ നല്ല കൈകാലുകളുള്ള ആളുകൾ ലഹരികൾക്കടിമയായിട്ടും പലതിനടിമകളായിട്ടും ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കാലഘട്ടങ്ങളിൽ നിന്നും മാറി പുതിയൊരു നല്ല കാലഘട്ടങ്ങളിലേക്ക് ഇനിയും വരണം എന്നുള്ളൊരു വലിയൊരു മാറ്റി ദുആ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്കും 3 മക്കളുണ്ട്. ഈ വരുന്ന തലമുറ നിങ്ങളൊക്കെ വലിയ ഒരു തലമുറയാണ്. ആ തലമുറ വാർത്തെടുക്കണമെങ്കിൽ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും നമ്മൾ കുറേ ബാക്കോട്ട് നിൽക്കേണ്ടതുണ്ട്. ഇന്നത്തെ എല്ലാ കോളേജുകളും സ്കൂളിലൊക്കെ എന്താണ് പറയുക, അതിനോട് ബന്ധപ്പെട്ടിട്ട് ലഹരി പദാർത്ഥങ്ങൾ മക്കൾ പല രീതിയിലാണ്. ഉമ്മ ഏതാണ്, ബാപ്പ ഏതാണ്, അതേപോലെ പെങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടങ്ങളിലേക്കാണുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി സത്യം പറയുകയാണെങ്കിൽ നമുക്ക് കൈകാലുകളൊന്നുമില്ല. നമുക്ക് എന്നെ ഈ കസേരയിൽ ഒരു 8 മണിക്കൂർ ഇരുത്തി കഴിഞ്ഞാൽ എനിക്കൊരു ബാത്റൂമിൽ അല്ലെങ്കിൽ എൻ്റെ പ്രാഥമിക കാര്യം കഴിക്കണമെങ്കിൽ എനിക്കൊരാളുടെ സഹായം വേണം. നിങ്ങൾക്കൊക്കെ പടച്ചവൻ എല്ലാ സഹായങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നശിപ്പിക്കാണ്ട് നമ്മുടെ സമൂഹം വളരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. ചെറിയൊരു ഗാനത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ആ പാട്ട് പാടിത്തരാം. 2-3 പാട്ടൊക്കെ നമ്മുടെ എല്ലാവരും പാടാൻ വേണ്ടി പറഞ്ഞ ടീച്ചറിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. ബീന ടീച്ചർ, നല്ലൊരു കയ്യടി കൊടുക്കണം. ആ പുഞ്ചിരിയിൽ തന്നെ നമുക്കറിയാം ഹൃദയത്തിൻ്റെ തൂളുകളിൽ നിന്നും വരുന്നത്. നമുക്കൊരാളുടെ ജീവിതത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ്, ആരെ കണ്ടു കഴിഞ്ഞാലും ഒരു പുഞ്ചിരി നിങ്ങൾ കൊടുക്കണം. അത് എൻ്റെ ശത്രു ആയാലും നിങ്ങളുടെ ശത്രു ആയാലും ചിരിച്ചുകൊണ്ട് നിങ്ങൾ അത് എല്ലാവരോടും, ഒരാൾ അതിലൂടെ പോകുമ്പോൾ ആരോടൊരു വാശി വേണ്ട, എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ചിരി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു 100 കോടി പുണ്യം ചെയ്ത പോലെയാണ്. അത് മാത്രമല്ല ഒരാൾക്ക് ഒരു വലിയൊരു സഹായം ഒരു സക്കാത്ത് ചെയ്ത പോലെയാണ്. പുഞ്ചിരി എപ്പോഴും നമ്മളുടെ മുഖത്ത് നിലനിർത്തണം. ഞാനൊന്നും വല്ലാതെ പുഞ്ചിരിക്കുന്നു പറയില്ല, ഞാനൊക്കെ നല്ല ചൂടാവും, ചിലപ്പോൾ നല്ല ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം പുഞ്ചിരി ഒരു വലിയ ഒരാൾ എന്നോട് ചിരിച്ചില്ല, ഞാൻ ആളുടെ അടുത്ത് പോയി ചോദിക്കും, അതെന്താ നിങ്ങളിങ്ങനെ ചിരിക്കാത്ത, നിങ്ങളൊരു മുസ്ലിമല്ലേ, അല്ലെങ്കിൽ നിങ്ങളൊരു ഇതല്ലേ, നിങ്ങളൊരു എൻ്റെ ആളല്ലേ, ഞാൻ പോയി ചോദിക്കും. എന്താ എനിക്ക് ആ പുഞ്ചിരി കിട്ടിയില്ലെങ്കിൽ എനിക്ക് അന്ന് ഭയങ്കര വിഷമമാണ്. ഒരു മനുഷ്യൻ്റെ പുഞ്ചിരി എന്ന് പറയുന്നത് അത് പ്രകാശമാണ്. ഇപ്പോൾ ഈ കത്തുന്ന ലൈറ്റ് പോലെയാണ് ഒരാളുടെ പുഞ്ചിരി. അപ്പോൾ മക്കളോടൊക്കെ വിഷ് ഓൾ ദി ബെസ്റ്റ്, നന്നായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടാവുന്ന മാതാപിതാക്കളൊക്കെ പറയാനുള്ളത്, നമ്മുടെ മക്കളിലേക്ക് ആദ്യം വരുത്തേണ്ടത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലേക്കാണ്. ഞാൻ എൻ്റെ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ 3 മക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ എന്ത് ചെയ്യും, അവർ വെറും പഠിത്തത്തിന് മാത്രമായിട്ട് ഞാൻ ഇതാക്കില്ല. അപ്പോൾ അവർക്ക് ഞാൻ എങ്ങനെയാണോ എന്തൊക്കെയാണോ, അപ്പോൾ അതുപോലെ ഓരോ താളുകളിലും അവരും കൂടി ഞാൻ ഉൾപ്പെടുത്തും. ഇപ്പോൾ എൻ്റെ മകനക്ക് ഇന്ന് പരീക്ഷയാണ്, എൻ്റെ പ്രോഗ്രാമിന് വരികയാണെങ്കിൽ എൻ്റെ 2ാമത്തെ മോൻ എല്ലാത്തിനും ഉണ്ടാവില്ല. ഈ കാര്യങ്ങളൊന്നും ആരുമല്ല ചെയ്യുക, അവൻ ഒറ്റയ്ക്കാ ചെയ്യൽ. ആകെ 12 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മളെ വീട്ടിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ നിന്നും കുറച്ച് ബാക്കോട്ട് മാറ്റിയിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പറയുക, അവരെ കൊണ്ട് മെല്ലെ ചെയ്തു മെല്ലെ ശീലിപ്പിക്കുക. അത് ബാലപീഡനമൊന്നും ആവില്ല, പേടിക്കണ്ട. എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുള്ളതൊക്കെ ഇങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ അവരിങ്ങനെ ജീവിതത്തിൻ്റെ താളം അവർ മനസ്സിലാക്കി കൊണ്ടുവരും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വേദി തന്ന വേദിയിലേക്ക് വിളിച്ച ഷാഹിദ് മാഷിനും എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നല്ലൊരു ഗാനത്തിലേക്ക്, ഒരു ഭക്തി ഗാനത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ സ്വീകരിക്കൂലേ? അന്ന് കൈയടി പോരട്ടെ. മാഷാ അല്ലാഹ്.
അതുപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. ഞാനൊരു കിഡ്നി പേഷ്യൻ്റൊക്കെയാണ്. ഒരുപാട് ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദുരിതങ്ങൾ. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എൻ്റെ വലിയൊരു സർജറിയൊക്കെ കഴിഞ്ഞത്. അതിനുശേഷം പ്രോഗ്രാമിനൊക്കെ ഇപ്പോൾ അതാ വീണ്ടും ഒരു ഉയർന്ന എഴുന്നേൽപ്പാണ് ഉള്ളത്. അപ്പോൾ ഇനിയും നല്ല രീതിയിൽ ആഫിയത്തും ആരോഗ്യമൊക്കെ ഉണ്ടാവും. നിങ്ങളും പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം ഇൻഷാ അല്ലാഹ്. നാലുപേർ ഞാൻ പാടുന്നുണ്ട്. നിങ്ങൾ സ്വീകരിക്കോ? ഒന്ന് കൈയടി പറയണം. നിങ്ങൾ പാട്ടിനൊന്നും കൈയടിക്കില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ പാടുക? നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ എന്തെങ്കിലും പരിപാടി എടുക്കുമ്പോൾ നല്ല കൈയടി കൊടുക്കണ്ടോ? നമ്മൾ കൈയടിച്ചാൽ തന്നെ അവർക്കൊരു പ്രചോദനമുള്ളൂ. ഓക്കെ, അപ്പോൾ നാലുപേർ എൻ്റെ ട്രാക്ക് ചെയ്തില്ല, ഞാൻ ഓർക്കസ്ട്രയിൽ പാടുന്നുണ്ട്. കുഴപ്പമില്ല, പാടിത്തരാം. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ, മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ,